ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. നമ്മെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണ്? പലപ്പോഴും നമ്മൾ കരുതുന്നത് നമ്മളത്ര മെച്ചപ്പെട്ടവരല്ലെന്നാണ്. ദൈവത്തിൽ നിന്ന് വീണുപോയ ഉടനെ പാപത്തിൻ്റെ ഫലമായി വീണുപോയ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടായ പരിതാപകരമായൊരവസ്ഥയാണ് താൻ എപ്പോഴും അശുദ്ധനാണ്, കുറവുള്ളവനാണെന്ന ചിന്ത. 100 പോരായ്മകൾ നമുക്കുള്ളപ്പോഴും ദൈവം നമ്മെ വിശുദ്ധരായിട്ടാണ് പരിഗണിക്കുന്നത്. റോമർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 7-ാം തിരുവചനത്തിൽ അവിടെ നിന്ന് പറയുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമയിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മെക്കുറിച്ച് കൂടിയാണ് ആ കാര്യം. റോമയിലെ ആളുകളോടല്ല ആ വചനം ഇപ്പോൾ പറയുന്നത്, വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട നിങ്ങളോടാണ്. നാം വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടു എന്ന ബോധ്യം നമുക്ക് പലപ്പോഴും ഇല്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ മനുഷ്യരല്ലേ, ഈ ലോകത്ത് ഇങ്ങനെയൊക്കെയല്ലേ ജീവിക്കാൻ പറ്റൂ, മാലാഖയൊന്നും അല്ലല്ലോ എന്നാണ് നമ്മുടെ വാദം. കേൾക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ശരിയായ കാര്യങ്ങളാണ്. ചില പ്രസ്താവനകൾ അങ്ങനെയാണ്, ശരിയായി തോന്നും സാമാന്യഗതിയിൽ. നമ്മൾ മാലാഖമാരല്ല എന്നതാണ് നമ്മുടെ പ്രത്യേകത. മാലാഖമാരേക്കാൾ ഉയർന്ന സ്ഥാനമാണ് ദൈവം മനുഷ്യന് നൽകിയത്. മഹത്വത്തിൻ്റെ കിരീടം ചൂടിക്കാൻ അവനെ തിരഞ്ഞെടുത്തു. സ്വതന്ത്രമായ ഇച്ഛാശക്തി നൽകി. ദൈവത്തോട് സമാനതയിൽ നിലനിർത്തുകയാണ് ദൈവം. തൻ്റെ പുത്രൻ്റെ സാഹോദര്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അങ്ങനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുകയാണ് ദൈവം. നമുക്ക് പലപ്പോഴും ആ ബോധ്യമില്ല. നമുക്ക് നമ്മുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധം ഉണ്ടാകും. നമ്മൾ ഏതവസ്ഥയിലാകട്ടെ, കുറവുകളും പോരായ്മകളിലും ഒക്കെ ആകട്ടെ, അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും നമ്മുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകണം. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടെ നിന്ന് നമ്മെ തിരഞ്ഞെടുത്തു. എഫേസ്യർ 1:4 പറയുന്ന ഈ കാര്യം നമ്മെ സംബന്ധിച്ചാണ് എന്ന വ്യക്തിപരമായൊരു ധാരണ നമുക്കുണ്ടാകുമ്പോഴാണ് വിശുദ്ധി എന്നതിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുക. നമ്മൾ മക്കളോട് നീ ഡോക്ടറാകണം, നീ എൻജിനീയർ ആകണം, നീ IAS എടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. സാധാരണഗതി വിശുദ്ധരാകണമെന്ന് നമ്മൾ ആരോടും പറയാറില്ല. ബുദ്ധിമോശമുള്ളൊരു പ്രവൃത്തിയായിട്ടാണ് നമ്മൾ പലപ്പോഴും കരുതുക. വിശുദ്ധരാകണമെങ്കിൽ സാധാരണ രീതിയിൽ ജീവിക്കാൻ കഴിയില്ല എന്നൊരു ധാരണ നാം അറിയാതെ നമ്മുടെ മേൽ വെച്ച് കെട്ടപ്പെട്ടിട്ടുണ്ട്, ഒരു പൊതുബോധമായി. വിശുദ്ധരായവരൊക്കെ ഭയങ്കര ആളുകളാണ്, അവരൊക്കെ സാധാരണ മനുഷ്യരല്ല. ഒരിക്കലും ഒരു പ്രസംഗത്തിൽ ഞാൻ കേൾക്കാനിടയായതാണ്, അവരെ പ്രത്യേകമായി ദൈവം സ്വർഗത്തിൽ നിറക്കിയതാണത്രേ. ലോകം മൗഢ്യമാണത്. നമ്മൾ ആലോചിക്കണം, സാധാരണത്വത്തിൽ അസാധാരണമായ ജീവിതം. സാധാരണ മനുഷ്യർ, ചിറകും മഹിമയും ഒന്നുമില്ലാത്ത സാധാരണ മനുഷ്യർ. അങ്ങനെ സാധാരണ മനുഷ്യരായിരിക്കെ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് സാധാരണ ജീവിതത്തെ അസാധാരണമാക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ജീവിതം. അതെന്തുകൊണ്ടാണ് ഇപ്രകാരം വിശുദ്ധ ജീവിതത്തിലേക്ക് നാം വിളിക്കപ്പെടുന്നത്? എന്താണ് വിശുദ്ധി എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ അറിഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റൂ. പലപ്പോഴും തെറ്റിദ്ധാരണകളാണുള്ളത്. നമ്മളെങ്ങനെയാണ് അശുദ്ധിയായിട്ട് പരിഗണിക്കുന്നത്? ലോകത്തിൻ്റെ ഭാഷകളെയാണ്. ഇപ്പോൾ മലയാളികളായ നമ്മൾ കേരളത്തിൽ സാധാരണഗതിയിൽ സ്ത്രീകൾ അശുദ്ധരാണെന്ന് കരുതുന്നുണ്ട്. യഹൂദർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. പാട്രിയാർക്കലായ സമൂഹമൊക്കെ സ്ത്രീകളെ അശുദ്ധരായിട്ടാണ് കരുതിയിരുന്നത്. അങ്ങനെ അശുദ്ധകളായിട്ട് കരുതുമ്പോൾ അവരുടെ മാസമുറയാണ് അതിന് കാരണമായിട്ട് പറഞ്ഞിരുന്നത്. രക്തസ്രാവക്കാരി സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തുമ്പോൾ അവൾ ഭയന്ന് ഈ വസ്ത്രത്തിന് വിളുമ്പി തൊടാനിടയായത് മുമ്പിൽ വന്ന് പറയാൻ കഴിയില്ല, രക്തസ്രാവമുണ്ട്, അശുദ്ധിയാണ്. നമ്മുടെ നാട്ടിൽ ഞങ്ങൾ അശുദ്ധരാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ വരെ സ്ത്രീകൾ തയ്യാറാകുന്നുണ്ട്. ഞങ്ങളിങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്. വാസ്തവത്തിൽ ആലോചിക്കണം, അശുദ്ധിയും വിശുദ്ധിയുമായി ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ കേരളത്തിലെ ജാതി വ്യവസ്ഥയും അല്ലെങ്കിൽ പാട്രിയാർക്കലായ സമൂഹങ്ങൾ വെച്ച് പുലർത്തുന്ന സ്ത്രീകളെ തരം താഴ്ത്തുന്ന പ്രവൃത്തികൾ മാത്രമാണ്. അതുകൊണ്ട് മാസമുള്ള സമയത്ത് ബൈബിൾ വായിക്കാത്തവർ, വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവർ, ദേവാലയത്തിൽ പോകാത്തവർ, പ്രസവശേഷം ദേവാലയം കയറിയിട്ടില്ലാത്തത് കൊണ്ട് കുർബാനയ്ക്ക് പോകാത്തവർ, അങ്ങനെ എവിടെയാണ് സഭ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു അടിസ്ഥാനവുമില്ല. പക്ഷെ പൊതുബോധത്തിൽ നമ്മുടെ ഈ വിശുദ്ധിയും അശുദ്ധിയൊക്കെ നിലനിർത്തും. മാംസാഹാരം കഴിക്കുന്നവർ അശുദ്ധരാണ്, സസ്യാഹാരം കഴിക്കുന്നവർ അവർ ശുദ്ധിയുള്ളവരാണ്. ഇങ്ങനെയുള്ള ധാരണകൾ നമ്മുടെ അകത്ത് നാം നിലനിർത്തുന്നുണ്ട്. നാം ബാഹ്യമായ വിശുദ്ധിയുടെ സങ്കല്പങ്ങളെ ഇങ്ങനെ പിൻചൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം എന്താണ് അഭിലഷിക്കുന്നത്, എന്താണ് വിശുദ്ധി എന്നത്
നമ്മൾ മറന്നു പോവുകയോ അവഗണിക്കുകയോ ചെയ്യും. 1 പത്രോസ് 1:15 പറയും, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളെല്ലാ കാര്യങ്ങളിലും പരിശുദ്ധരായിരിക്കുവിൻ. ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളത് പരിശുദ്ധിയിലേക്കാണ്, ദൈവിക ഭാവത്തിലേക്കാണ്, ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയിലേക്കാണ്. മനുഷ്യൻ്റെ കുറവുകൾ ദൈവത്താൽ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവാനുഭവം എന്നത് പൂർണ്ണതയിലെത്തുക. ഈ ലോക ജീവിതകാലത്ത് മുഴുവൻ നാം നേരിടുന്ന ജീവിത സാഹചര്യങ്ങളെയൊക്കെ ദൈവസ്നേഹത്തിൻ്റെ ശക്തിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ലക്ഷ്യവുമായി ചേർത്തിണക്കി വയ്ക്കാൻ എത്രത്തോളം നമുക്ക് കഴിയുമോ അത്രത്തോളം വിശുദ്ധിയിലേക്ക് നാം പ്രവേശിക്കും. അപ്പോൾ അതിന് ആദ്യം ദൈവം എന്താണ് പറയുന്ന പരിശുദ്ധി എന്ന് നമ്മൾ അറിയണം. എന്താണ് പരിശുദ്ധി? സാധാരണ രീതിയിൽ നമ്മൾ കൊമേഴ്സ്യൽ പ്രോഡക്റ്റുകൾക്ക് പോലും ഈ പേരിടുന്നുണ്ട്, വെളിച്ചെണ്ണ, പരിശുദ്ധം വെളിച്ചെണ്ണ. പരിശുദ്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ പ്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചിന്ത. വാസ്തവത്തിൽ ദൈവം പറയുന്ന പരിശുദ്ധിയും ഈ സാധാരണ ഉപയോഗിക്കുന്ന പരിശുദ്ധിയും തമ്മിൽ വ്യത്യാസമുണ്ട്, സാമാന്യാർത്ഥവും ഭാവാർത്ഥവും. ദൈവം ഉദ്ദേശിക്കുന്ന പരിശുദ്ധി എന്താണ്? ദൈവം എല്ലാറ്റിലുമായിരിക്കുന്നു, പക്ഷെ ഒന്നിൻ്റെയും ഭാഗമല്ലാതെയും ഇരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മൾ ആലോചിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 3-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കും, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനർത്ഥം എന്താ? എല്ലാറ്റിൻ്റെയും മൂലപദാർത്ഥം യേശുവാണ്. സകലത്തിലും അവിടെ നിന്ന് വസിക്കുന്നു. എല്ലാറ്റിലും ആയിരിക്കുമ്പോഴും ഒന്നിൻ്റെയും ഭാഗമല്ലാതിരിക്കാൻ അവന് കഴിയുന്നുണ്ട്. അഥവാ പാപികളോടൊത്ത് വസിക്കുകയും പാപികളുടെ സാദൃശ്യത്തിലായിരിക്കുകയും ചെയ്യുമ്പോഴും എല്ലാ മാനുഷിക സാഹചര്യങ്ങളും അവൻ്റെ മുൻപിലുള്ളപ്പോഴും അവൻ ദൈവത്തിലായിരിക്കുന്നു. ഇതുമായി ഒന്നും, പാപവുമായി ഒരു ബന്ധവുമില്ലാതിരിക്കാൻ കഴിയുന്നു. പരിശുദ്ധി എന്നത് ഇപ്രകാരം സമ്പൂർണമായ ഒരു വിട്ടുനിൽപ്പാണ്, ഒന്നിൻ്റെയും ഭാഗമല്ലാതിരിക്കലാണ്. നമ്മുടെ അകത്ത് ദൈവം വസിക്കുന്നുണ്ട്. ആ ദൈവം വസിക്കുന്ന നമ്മൾ തന്നെയാണ് തെറ്റുകൾ ചെയ്യുന്നത്. അതേ സമയത്തും ആ ദൈവം അതുപോലെ തന്നെ അകത്ത് വസിക്കുന്നു. പണ്ടൊക്കെ വിചാരം ഉണ്ടായിരുന്നു, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പോകുന്നു. ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതേ. ദാവീദിൻ്റെ കാലത്ത് സ്ഥിരമായി പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടില്ല. സാവൂളിനാണെങ്കിലും പരിശുദ്ധാത്മാവ് മാറുകയും അസൂയയുടെ ദുരാത്മാവ് പ്രവേശിക്കുകയും ചെയ്യുന്ന നമുക്കറിയാം. ക്രിസ്തുവിലാണ് പരിശുദ്ധാത്മാവ് എന്നേക്കുമായി നൽകപ്പെട്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് നാം ഏത് സാഹചര്യത്തിൽ, ഏത് ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അകമേ വസിക്കും. അതുകൊണ്ടാണ് എഫെസ്യർ ലേഖനം പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, ദൈവം അകത്തുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിലാണ് കർത്താവ് പരിശുദ്ധനായിരിക്കുന്നതിനെക്കുറിച്ച് വചനം നമ്മൾ വായിക്കുക. ലേവ്യരുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ പറയാണ്, നിങ്ങളുടെ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. ദൈവം പരിശുദ്ധിയിലേക്കാണ് നമ്മെ വിളിക്കുന്നത്. ദൈവം നമ്മുടെ അകത്ത് വസിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. നാം ചെയ്യുന്ന പ്രവൃത്തികളിലൊന്നും ഭാഗഭാഗിത്വമില്ലാതെ, അതേസമയം നമ്മെ വിട്ടുപിരിയാതെ, ഒരിക്കലും വേർപെടുത്താനാകാത്ത വിധം നമ്മോട് ഉൾച്ചേർന്ന് ദൈവം വസിക്കുന്നു. ചിലരൊക്കെ പറയും, പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോവും, ദൈവം നമ്മെ വിട്ടുപോകും, പിശാച് നമ്മുടെ അകത്ത് വന്ന് കയറും. യൂദാസിനെ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കണേ. യൂദാസിൻ്റെ കാലത്ത് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടില്ല. ആ കാര്യം കൂടി നമ്മൾ ഓർക്കണം. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ കുടുംബം പരിശുദ്ധാത്മാവിലാണ്, നമ്മുടെ സഭ പരിശുദ്ധാത്മാവിലാണ്. ഇപ്പം സഭയ്ക്കകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു, തർക്കങ്ങൾ ഉണ്ടാവുന്നു, കുറവുകളും പോരായ്മകളും ഉള്ള പരിശുദ്ധയായ സഭ ഒരേ സമയം ദൈവികമായ പരിശുദ്ധിയിലുമാണ്, ഒരേ സമയം മാനുഷികതയിലുമാണ്. അപ്പം അതുകൊണ്ട് സഭയിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പരിശുദ്ധാത്മാവ് വസിക്കൂ. പരിശുദ്ധാത്മാവ് തിരുസഭയെ വിട്ടുപോയി എന്നൊക്കെ പറയുന്ന തരത്തിൽ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ മൗഢ്യമാണ്. ശരിക്കു പറഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ യുക്തിക്ക് നേർവിപരീത ദിശയിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നത് ഭാവാത്മകതയിലാണ്. ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നത് തൻ്റെ പരിശുദ്ധിയിൽ തന്നെയാണ്. നാം ചെയ്തു പോകുന്ന കുറവുകളോടും പോരായ്മകളോടും നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പിഴവുകളോടും ഒന്നും ഒരു ബന്ധവും ഇല്ലാതിരിക്കെ തന്നെ നമ്മുടെ അകമേ അവിടെ നിന്ന് വസിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധി അതാണ്. അതാണ് ആദ്യമേ പറഞ്ഞത്, ദൈവം ഒരേ സമയം സകലത്തിലുമായിരിക്കുന്നു, പക്ഷെ ഒന്നിലും വ്യാപൃതനല്ലാതെ.
ഒന്നിലും ഭാഗഭാഗിത്വമില്ലാതെ, നമ്മുടെ കുറവുകളിൽ ഒന്നും ബന്ധമില്ലാതിരിക്കാൻ അവിടത്തേക്ക് കഴിയും. 1 സാമുവേൽ 2:2 പറയും, കർത്താവിനെ പോലെ പരിശുദ്ധനായി ആരുമില്ല, കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല. ദൈവമാണ് പരിശുദ്ധൻ, അവിടെ ഏകനാണ്. അതേസമയം തന്നെ അവിടുന്ന് പരിശുദ്ധനാണ്, അവിടത്തെ പോലെ മറ്റാരുമില്ല. സങ്കീർത്തനം 22:3 സങ്കീർത്തകൻ പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനെ അങ്ങ് പരിശുദ്ധനാണ്. ദൈവത്തെ ആദ്യം മുതലേ മനുഷ്യൻ കാണുന്നതും അനുഭവിക്കുന്നതും പരിശുദ്ധനായിട്ടാണ്. ദൈവത്തെ പരിശുദ്ധനെന്ന് വിളിച്ചുകൊണ്ടാണ് മനുഷ്യൻ അവനെ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും. അപ്രകാരം ദൈവം പരിശുദ്ധനാണ് എന്ന് പഴയ നിയമം മുഴുവനും ഉദ്ഘോഷിക്കുന്നതിനെ കേന്ദ്രീകരിച്ചിട്ടാണ് യോഹന്നാൻ 6:69 ക്രിസ്തുവിനോട് അവർ പറയുന്നത്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ അറിയുന്നു. യേശുവാണ് പരിശുദ്ധൻ. യേശു പരിശുദ്ധനാകുന്നത് എങ്ങനെയാണെന്ന് ആദ്യമേ പറഞ്ഞതിൽ സൂചനയുണ്ട്. അതായത് പാപികളോടൊപ്പമാണ്, പാപികളുടെ സാദൃശ്യത്തിലാണ്, വീണുപോയവരുടെ കൂടെയാണ്. അങ്ങനെ ആയിരിക്കുമ്പോഴും പാപവുമായി ബന്ധമില്ലാതിരിക്കാൻ കഴിയുക, ഒന്നിലും പാപത്തിൻ്റെ ചായ്ച്ചിലോ കറയോ ഇല്ലാതിരിക്കുക. അങ്ങനെ പരിശുദ്ധൻ. പരിശുദ്ധ അമ്മയെ നമ്മൾ അങ്ങനെ പറയുന്നത് പരിശുദ്ധിയിലേക്ക് അവൾ വിളിക്കപ്പെട്ടു എന്നതുകൊണ്ടാണ്. സഭയെ പരിശുദ്ധയായിട്ട് പറയുന്നത് സഭ വിളിക്കപ്പെടുന്നത് പരിശുദ്ധിയിലേക്കാണെന്നതുകൊണ്ടാണ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവാണ് സഭയ്ക്കകത്ത് പ്രവർത്തിക്കുന്നതെന്നുകൊണ്ടാണ്. പരിശുദ്ധ പിതാവിനെ നമ്മൾ പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുന്നത് പരിശുദ്ധിയിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുകാരനാകാൻ വിളിക്കപ്പെടുകയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്നു എന്നർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി ഈ ലോകത്തായിരിക്കുകയും സകലതിൻ്റെയും മൂലമായിരിക്കുകയും അതേസമയം സകലതിലും ബന്ധമില്ലാതെ, സകലതിൻ്റെയും കുറവുകളിലും വീഴ്ചകളിലും ബന്ധമില്ലാതെ നന്മ മാത്രമായിരിക്കാൻ കഴിയുകയും ചെയ്യുന്നുള്ളതാണ്. ഇനി അതെങ്ങനെയാണെന്ന് പറയാം. അഗ്നിക്കൊരു സ്വഭാവമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായിട്ട് പലപ്പോഴും അഗ്നിയെ കാണിക്കാറുണ്ട്. ഈ അഗ്നിയുടെ പ്രത്യേകത എന്താ? ഇപ്പം വെള്ളം കൊണ്ട് ഒരു മാലിന്യം നീക്കിയാൽ, നമ്മൾ അഴുക്ക് കഴുകിയാൽ, ഇപ്പോൾ വസ്ത്രം കഴുകുകയാണെന്നിരിക്കട്ടെ, കഴുകിയാൽ എന്ത് സംഭവിക്കും? ആ വെള്ളം അഴുക്കുള്ളതായി മാറും. വെള്ളത്തിൻ്റെ പ്രത്യേകത അതാണ്. വെള്ളത്തിൽ നമ്മൾ കഴുകുമ്പോൾ അത് വെള്ളം അഴുക്കായിട്ടാണ് വസ്ത്രത്തെ അഴുക്കില്ലാതെയാക്കുന്നത്. അതേസമയം അഗ്നിയുടെ പ്രത്യേകത എന്താണ്? അഗ്നി ദാഹകശക്തിയാണ്. അത് മാലിന്യത്തെ ഇല്ലായ്മ ചെയ്യുമ്പോഴും അതിൻ്റെ തനത് ഭാവത്തിൽ വ്യത്യാസം വരില്ല. അഗ്നിക്ക് ഈ മാലിന്യം മേശാതിരിക്കാൻ കഴിയും. അത് മറ്റുള്ളവയെ ശുദ്ധീകരിക്കും, അതേസമയം തന്നെ അത് അശുദ്ധമാകാതിരിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം അതാണ്. അത് ഒരു അശുദ്ധിയെ നീക്കാൻ അതിന് കഴിയും, അതേസമയം ആ അശുദ്ധിയുടെ ഒരു കറയോ കളങ്കമോ ഏൽക്കാതിരിക്കാനും അതിന് കഴിയും. ഇനി പ്രാവുകളെയും നമ്മൾ കാണും. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ടൊക്കെ പ്രാവുകളെ കാണും. പ്രാവുകളുടെ പ്രത്യേകത അതാണ്. പ്രാവുകളുടെ പ്രത്യേകത എന്താണ്? പ്രാവുകൾക്ക് കളങ്കമില്ല, അല്ലെങ്കിൽ പ്രാവുകൾക്ക് ഈ ലോകവുമായുള്ള രമ്യതയിലേക്ക് പോകാതിരിക്കാൻ കഴിയും. ഏറ്റവും എളുപ്പത്തിൽ പറയാം, നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം അവസാനിച്ച് പ്രളയം കഴിയുമ്പോൾ ഒരു കാക്കയെ പറഞ്ഞു വിടും. കാക്ക അതുവഴി പോകും, പക്ഷേ പ്രാവ് അതുവഴി പോകില്ല. പ്രാവ് പോയിട്ട് ഒരു ഒലിവിൻ്റെ ഇലയും കൊത്തിയെടുത്ത് തിരികെ വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ലോകത്തിലേക്ക് പോകില്ല. അപ്പം എന്താണ് അശുദ്ധി എന്ന്, എന്താണ് വിശുദ്ധി എന്ന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണ്? ലോകവുമായി ഇഴുകിച്ചേർന്ന് പോകില്ല. വിശുദ്ധിയാണെങ്കിൽ ലോകവുമായി ഇഴുകിച്ചേർന്ന് പോയാൽ അശുദ്ധി. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഇപ്പോൾ ലോകത്തോടുള്ള മൈത്രി എങ്ങനെയാണ്? നമ്മൾ ലോകത്താണ് ജീവിക്കുന്നത്, ഈ ലോകത്തിന് എല്ലാ സാധ്യതകളും നമുക്ക് ഉപയോഗിക്കണം. അങ്ങനെ ലോകത്തായിരിക്കുമ്പോഴും ലോകത്തിനായി പോകാതിരിക്കാൻ കഴിയുക. ലോകത്തിനായിരിക്കുമ്പോഴും ലോകത്തിൻ്റെതായിരിക്കാതെ ദൈവത്തിൻ്റെതായിരിക്കാൻ കഴിയുകയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധി. സാധാരണഗതിയിൽ വിശുദ്ധിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പലതാണ്. ആ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്, കോൺട്രഡിക്ഷനുള്ള കാര്യങ്ങളാണ്. ഇപ്പം ലൈംഗികത അശുദ്ധിയാണെന്ന് പറയും, ലൈംഗികത വിശുദ്ധിയുമാണ്. ലൈംഗികത അശുദ്ധിയാണോ? ലൈംഗികത അശുദ്ധിയാണെങ്കിൽ മനുഷ്യൻ്റെ പ്രത്യുൽപാദനം, മനുഷ്യൻ്റെ ജീവവ്യവസ്ഥ, സ്നേഹത്തിൻ്റെ പങ്കുവെപ്പ്, അവയൊക്കെ പിന്നെന്ത് ചെയ്യും?
കോടാനുകോടി മനുഷ്യർ ദാമ്പത്യത്തിലും ബന്ധത്തിലുമായിരിക്കുന്നത് അശുദ്ധിയായി പോകും. പലപ്പോഴും നമ്മൾ അങ്ങനെ കരുതുക. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീടുകളിൽ പോലും നമ്മുടെ സദാചാര ഭാവനയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് വിശുദ്ധിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്. അവിടെ ഹൃദയത്തിൻ്റെ ഭാവത്തിന് യാതൊരു വിലയുമില്ലാതെ സാമാന്യമായി ലൈംഗികത അശുദ്ധിയായ പാപകരമായ ഒരു കാര്യമായിട്ട് ചിത്രീകരിക്കപ്പെട്ടു. ഇങ്ങനെ ചിത്രീകരിക്കുന്നതിൻ്റെ വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്വതവേയുള്ളൊരു സ്വഭാവം, തിന്മയിലേക്ക് ഉന്മുഖമായൊരു ഹൃദയമാണ് നമുക്കുള്ളത്. എങ്ങനെ തെറ്റിലേക്ക് പോകാനൊരു പ്രേരണ നമുക്കുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുകയാണെങ്കിൽ ആ സിഗ്നലിൽ ഈ റെഡ് ലൈറ്റ് കാണുന്നത് നമുക്ക് ഭയങ്കര വിഷമാണ്. അത് തുറക്കുന്നില്ല എന്ന്. ആകെ 1 മിനിറ്റാണ് ഈ ബ്ലോക്ക് ചെയ്യുന്നത്. ആ 1 മിനിറ്റോ 2 മിനിറ്റോ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സമ്മർദ്ദം ഉണ്ടാകണം, എങ്ങനെയെങ്കിലും ഒന്ന് മറികടന്ന് പോകുമെന്ന് തോന്നുകയാണ്. വാസ്തവത്തിൽ സിഗ്നൽ ഇല്ലായിരുന്നെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ആ അപകടം ഒഴിവാക്കാൻ വേണ്ടി സിഗ്നൽ വെച്ചത് ക്രമീകരിക്കുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നിയമങ്ങളോടൊക്കെ നമുക്കുള്ളൊരു മനോഭാവം എന്താ? ഈ നിയമമെല്ലാം നമുക്കെതിരാണെന്ന് നമുക്ക് തോന്നുള്ളൂ. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് തടസ്സമായി എന്ത് വരുന്നു അതിനൊക്കെ നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ലൈംഗികത തിന്മയാണ് എന്ന് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ലൈംഗികതയാണ് അശുദ്ധി എന്ന് പഠിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകുമ്പോൾ സംഭവിക്കാനിടയുള്ളൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറിയാതെ തന്നെ അതിനോട് അട്രാക്റ്റഡ് ആവും. തിന്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എവരി നെഗറ്റീവ്സ് അട്രാക്ട്സ് നെഗറ്റീവ്സ്. നമ്മുടെ അകത്ത് ഈ ഭാവമുണ്ട്, ആ ഭാവം എപ്പോഴും പ്രേരണ നൽകിക്കൊണ്ടിരിക്കും. ലൈംഗികത ദൈവത്തിൻ്റെ ദാനമാണ്. ലൈംഗികത കേവലം മക്കളെ ജനിപ്പിക്കുക, പ്രത്യുൽപാദനം നടത്തുക എന്ന ലക്ഷ്യം മാത്രമുള്ളതല്ല. അതിനേക്കാൾ ഉപരിയായി സ്നേഹത്തിൻ്റെ പങ്കുവെപ്പുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ സ്നേഹത്തിൻ്റെ പങ്കുവെപ്പുമായി ബന്ധപ്പെട്ട് ദൈവദാനമായി ലഭിച്ചിട്ടുള്ള ലൈംഗികതയെ പലപ്പോഴും തെറ്റായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കും. അതുകൊണ്ട് നീ ആണാണ്, നീ പെണ്ണാണ്, നോക്കരുത്, കാണരുത്, കേൾക്കരുത് എന്നൊക്കെ റിസ്ട്രിക്റ്റഡ് ആയ ഫോമുകളിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തോ തിന്മയിരിപ്പുണ്ട് എന്നൊരു കാര്യം ഹൃദയത്തിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ലൈംഗികതയെ കാണുന്നത്. അതുകൊണ്ട് പരസ്യമായിട്ട് കാര്യം പറയാൻ പോലും ആരും തയ്യാറല്ല. ലൈംഗികത എന്ന കാര്യം പോലും പരസ്യമായിട്ട് സംസാരിക്കാൻ തയ്യാറില്ല. കാമം എന്ന് കേൾക്കുമ്പോൾ ഒക്കെ തന്നെ നമുക്ക് ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ടാകണം. കാമം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുക എന്നേ അർത്ഥമുള്ളൂ. കാമ്യമായത്, ഏറ്റവും അഭിലഷണീയമായത്, ആസ്വാദ്യമാണെന്ന് തോന്നുന്നത്, ഇത്രയൊക്കെ അർത്ഥമുള്ളൂ. അതല്ലാതെ കാമം എന്ന് പറഞ്ഞാൽ ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം മാത്രമൊന്നുമല്ല. ആസക്തിയാകട്ടെ, ആസക്തി ഒന്നായിട്ട് തങ്ങി നിൽക്കുന്ന കാര്യമല്ല. ലൈംഗികാസക്തി ഉണ്ടെങ്കിൽ കോപാസക്തിയുണ്ട്, ഭക്ഷണാസക്തിയുണ്ട്, അഹങ്കാരാസക്തിയുണ്ട്. ആസക്തികൾ നിരവധിയാണ്. ആസക്തി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഒരു വികാരത്തിനകത്ത്, ഒരു അഭിലാഷത്തിനകത്ത് നമുക്കെതിർക്കാൻ കഴിയാത്ത വിധം ശക്തമായി കെട്ടപ്പെട്ടു പോകുന്നതിൻ്റെ പേരാണ് ആസക്തി. കണ്ണ് കാണാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ അതിനകത്ത് കെട്ടുപോകുന്നു. ഇപ്പോൾ കോപം ഉണ്ടാകുന്ന സമയത്ത് കണ്ണും മൂക്കും കാതും ഇല്ലാതെ ചില ആളുകൾ കോപിക്കും. അപ്പോൾ കോപം ഒരു ആസക്തിയായി, അതൊരു നിയന്ത്രിക്കാനാവാത്ത കാര്യമായി ഒരാളിൽ പ്രേരണ ചെലുത്തുമ്പോൾ, ശക്തിയായ സ്വാധീനം ചെലുത്തുമ്പോൾ അയാൾ അതിന് ആസക്തി പൂണ്ടയാളായിട്ട് മാറും. വ്യഭിചാരാസക്തി എന്ന് പറയുന്നത് സമാനമായൊരു കാര്യമാണ്. വ്യഭിചാരാസക്തി എന്ന് പറയുമ്പോൾ എല്ലാ ലൈംഗികതയ്ക്കകത്തും ഇതുണ്ട് എന്നല്ല ധരിക്കേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അർത്ഥതലത്തിൽ വ്യഭിചാരം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ച് ലോകവുമായി ഉണ്ടാകുന്ന രമ്യതകളൊക്കെ വ്യതിചലനങ്ങളാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, വേശ്യയുമായി പങ്കുചേരുന്നവൻ അവളുമായി ഏകശരീരമായി തീരുന്നു, കർത്താവുമായി പങ്കുചേരുന്നവൻ കർത്താവുമായി ഏകശരീരമായി തീരുന്നു. അതിനർത്ഥം നിങ്ങളുടെ ലൈംഗികത മുഴുവൻ പാപകരമാണെന്നല്ല. വേശ്യാവൃത്തി എന്ന് പറയുന്നത് ലോകത്തോടൊരു ബന്ധമായിട്ടാണ് ബൈബിൾ കാണിക്കുന്നത്. ദൈവത്തോടുള്ള ബന്ധത്തിന് പകരം ലോകത്തോടുള്ള അമിതമായ ബന്ധം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തെ അവഗണിക്കാൻ തക്കവിധം ശക്തമായ ലോകത്തോടുള്ള ബന്ധത്തെയാണ് പറയുന്നത്. ആ അർത്ഥത്തിൽ കണ്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം? എന്താ? നമ്മൾ സാമാന്യതയ്ക്കെതിരായി പോകും. അപ്പോഴാണ് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഭയപ്പെടുന്നത് മൂലം തന്നെ നമ്മുടെ കുട്ടികൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്
ലൈംഗികതയെ കാണുന്നത്. മഹാപാപമായൊരു കാര്യത്തെ, സ്വാഭാവികമായ പ്രചോദനങ്ങൾ ഉണ്ടാകും മനുഷ്യന്. ആ മനുഷ്യനുണ്ടാകുന്ന പ്രചോദനങ്ങളൊന്നും മോശമായിട്ടല്ല. ആ പ്രചോദനങ്ങൾ അപരൻ്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ അപരൻ്റെ സ്നേഹത്തിന്, അവരനോടുള്ള കരുതലിന് വിഘാതമായി വരുമ്പോഴാണ് അപകടകരമായി പോകുന്നത്. നീ നിന്റെ അഭിലാഷത്തിൽ കുടുങ്ങിപ്പോകുമ്പോൾ, ഏത് കാര്യത്തിലാണെങ്കിലും നീ നിന്റെ അഭിലാഷത്തിൽ കുടുങ്ങിപ്പോകുമ്പോൾ നീ അപരനോട് ഉന്മുഖമല്ലാത്തൊരു ജീവിതം നയിക്കും. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഒരാൾ ഭക്ഷണം കഴിക്കുകയാണ്, അയാൾ വാരി വലിച്ച് തിന്നുകയാണ് ഒറ്റയ്ക്ക്. മറ്റൊരാൾ ഇരിപ്പുണ്ട്, അയാൾക്കുണ്ടോയെന്ന് പോലും അന്വേഷിക്കുന്നില്ല. ഇയാളൊരു അശുദ്ധിയിലാണ്. ഭക്ഷണം മോശമാണോ? അല്ല. ഭക്ഷണം കഴിക്കുന്ന വല്ല കുഴപ്പമുണ്ടോ? വിശപ്പുണ്ടായിട്ടില്ല കഴിക്കുന്നത്, ഒക്കെ ശരിയാ. പക്ഷെ അപരന് അതുണ്ടോ എന്ന് അന്വേഷിക്കാനോ, അപരനെ കരുതാനോ, അപരന് വേണ്ടി ഭക്ഷണം, അപരന് വേണ്ടി സ്വയം തൻ്റെ പങ്ക് നൽകാനോ, അപരന് തൻ്റെ പങ്ക് നൽകാനോ കഴിയാതെ പോകുമ്പോൾ ഇയാൾ കുടുക്കിലായി പോയിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ. അയാൾ അറിഞ്ഞിട്ടില്ല. മറ്റൊരാളുടെ ജീവിതത്തെ, അയാളുടെ മാനസിക ഭാവത്തെ, അയാളുടെ സ്നേഹാനുഭവത്തെ ഒന്നും അന്വേഷിക്കാതെ സ്വന്തം താല്പര്യത്തിനായി ഇണയെ ഉപയോഗിക്കുന്നതും യഥാർത്ഥത്തിൽ അശുദ്ധിയാണ്. സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി മാത്രം. ഒരിക്കൽ ഒരു പുരോഹിതനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ വളരെ രസകരമായി എനിക്ക് തോന്നി. സാധാരണ പറയുമല്ലോ, സ്വയംഭോഗം ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾ മാത്രം വീട്ടിലുള്ളൊരു സമയത്ത് നിങ്ങളുടെ വീട്ടുകാർക്കൊന്നും പരിചയമില്ലാത്തൊരു സുഹൃത്ത്, നേരിട്ട് പരിചയമൊന്നവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു സുഹൃത്ത് നിങ്ങളുടെ വീട്ടിൽ വരുന്നു. നിങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ അപ്പോൾ അവിടെ ഒറ്റയ്ക്കാണ്, 5 പേരുള്ള കുടുംബമാണ് നിങ്ങളുടേത്. ഈ വരുന്ന സുഹൃത്ത് നിങ്ങൾ 5 പേരുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് 5 ഐസ്ക്രീമും വാങ്ങിക്കൊണ്ട് വരുന്നു. ഇയാൾ ഐസ്ക്രീമും കൊണ്ട് വന്നപ്പോൾ വീട്ടിൽ വേറെ ആരുമില്ല. അപ്പോൾ അത് എടുത്തു വയ്ക്കുന്നതിന് പകരം നിങ്ങൾ 5 ഐസ്ക്രീമും ഒറ്റയ്ക്ക് കഴിക്കുകയാണ്. ഇതിലെന്തെങ്കിലും പെശക നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ സുഹൃത്തിനെ ആരും അറിയില്ല, അയാൾ വന്നതും ആരും അറിഞ്ഞിട്ടില്ല, അവരാരും അടുത്തില്ല. 5 ഐസ്ക്രീം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ 5 ഐസ്ക്രീമും നിങ്ങൾ തന്നെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നൽകപ്പെട്ട ഒന്ന് തനിക്ക് മാത്രം, തൻ്റെ സുഖത്തിന് മാത്രമായിട്ട് ഒരാൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചയാണ് സ്വയംഭോഗത്തിലുള്ളത്. ലൈംഗികതയുമായി ബന്ധപ്പെട്ട കേവല കാര്യം അല്ല അത്. നീ അപരന് വേണ്ടി ഉള്ളതാണെന്ന് മറന്ന് അപരൻ്റെ സന്തോഷത്തിനും അപരൻ്റെ സ്നേഹാനുഭവത്തിനും വേണ്ടി നിനക്ക് നൽകപ്പെട്ട നിന്റെ സ്വയംദാന ശേഷിയാണ് ലൈംഗികത എന്ന് മനസ്സിലാക്കാതെ നീ നിന്റെ താല്പര്യത്തിനായിട്ട് വിനിയോഗിക്കുമ്പോൾ, നിന്റെ സുഖത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ, ശാരീരികതയെ, ഇന്ദ്രിയപരതയെ മാത്രം ലക്ഷ്യമാക്കി നീ ആ ദാനത്തെ ഉപയോഗിക്കുമ്പോൾ അത് വ്യഭിചാരമാകുന്നു എന്നാണ്. അവരൻ്റെ സ്നേഹാനുഭവത്തിന്, അവരൻ്റെ സന്തോഷത്തിന് നിന്നെ പകുത്തു കൊടുക്കാനായി നിനക്ക് നൽകിയ ഒരു ദൈവിക ദാനത്തെ നീ അങ്ങനെ കൊടുക്കാതെ സ്വന്തം താല്പര്യത്തിനായിട്ട് ഉപയോഗിക്കുകയും അവരനെ മാനിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ലൈംഗികത അശുദ്ധമായിട്ട് മാറുന്നത്. അല്ലാതെ ലൈംഗികത അശുദ്ധിയല്ല. ചിലരൊക്കെ വിചാരിക്കുന്നത് ലൈംഗിക അശുദ്ധിയാണെന്ന്. ഒരാൾ പറയുകയാണ്, കുമ്പസാര കൂട്ടി ചെന്നിട്ട്, അച്ചോ എപ്പോഴും എനിക്ക് ലൈംഗിക ആസക്തിയാണ്, എപ്പോഴും ഈ വിചാരമാണ്. അപ്പോൾ ഈ അച്ഛൻ പറയുകയാണ്, അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞതാ, എനിക്കും ഇതൊക്കെ തന്നെയാണ് അച്ചോ, അശുദ്ധമായ ചിന്തകളാണ് അച്ചോ എപ്പോഴും. അച്ഛൻ ചോദിക്കാറില്ല എന്താണെന്ന്. കാരണം എന്താണെന്നറിയാമോ? കേൾക്കുമ്പോൾ തന്നെ അറിയാം, അശുദ്ധമായ ചിന്തകളാണ് അച്ചോ എപ്പോഴും. ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഈ അശുദ്ധമായ ചിന്ത പാപമല്ല. അശുദ്ധമായ വിചാരങ്ങൾ ഉണ്ടാകുന്നത് പാപമല്ല. അത് സ്വാഭാവികമായി നമ്മിൽ പ്രേരണയായിട്ടുണ്ടാകുന്നതാണ്. നമ്മുടെ ശരീരത്തിനകത്തൊരു എനർജി ഉണ്ട്, ഒരു എറ്റേണൽ എനർജി ഉണ്ട്. ശരീരത്തിന് പിറ്റ്യൂട്ടറി അടക്കമുള്ള അന്തസ്രാവി ഗ്രന്ഥികളുണ്ട്. ആ ഗ്രന്ഥികൾ പ്രവർത്തിക്കും. അപ്പോൾ ശരീരത്തിനകത്തുണ്ടാകുന്ന ഈ പ്രവണതകളെ ആത്മാവിനാൽ നിങ്ങൾ നിഹനിക്കുമെങ്കിൽ, ആത്മാവിനാൽ നിഹനിക്കുക എന്ന് വെച്ചാൽ 2 തരത്തിൽ അത് കാണാം. ദൈവാത്മാവിൻ്റെ പ്രേരണയ്ക്ക് അനുസൃതമായി വിനിയോഗിക്കുന്നതും കാണാം. ഇനി ആത്മാവിന് മറ്റൊരു തരത്തിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? ആത്മീയതയെ അപരോന്മുഖത്വം, അത് അവരന് വേണ്ടിയാണ് എന്ന ധാരണയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ അത് വിശുദ്ധമായിട്ട് മാറും. നിങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണം മറ്റൊരാൾക്ക് വേണ്ടി കൂടിയുള്ളതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ
നിങ്ങളുടെ ഭക്ഷണം കഴിക്കുക എന്ന പ്രവൃത്തി ഒരു വിശുദ്ധ പ്രവൃത്തിയായിട്ട് മാറും. ഇനി കുറച്ചുകൂടി കടന്നാലോ, നിങ്ങളെ തന്നെ മറ്റേയാൾക്ക് ഭക്ഷണമായി കൊടുക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൗത്യമെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകുകയും നിങ്ങൾ നിങ്ങളെ മുറിച്ചു വിളമ്പുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വിശുദ്ധിയിൽ പ്രവേശിക്കും. അഥവാ ഇതൊക്കെ എനിക്ക് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിച്ച് എൻ്റെ മാത്രം സുഖത്തിനും സന്തോഷത്തിനും എൻ്റെ ഇച്ഛകൾക്കും വേണ്ടി ഞാൻ എന്നെ ഉപയോഗിക്കുന്നുവെങ്കിൽ ഞാൻ അശുദ്ധിയിലാണെന്ന് മനസ്സിലാക്കണം. വിശുദ്ധിക്ക് വേർതിരിക്കുക എന്നൊരു അർത്ഥമുണ്ട് പഴയ നിയമത്തിൽ, ഹീബ്രു മൂലത്തിൽ വേർതിരിക്കപ്പെട്ട. എങ്ങനെ വേർതിരിക്കപ്പെട്ടത്? സാമാന്യതയിൽ നിന്ന് വേർതിരിക്കപ്പെട്ടത്, അല്ലാതെ മനുഷ്യരിൽ നിന്ന് വേർതിരിക്കപ്പെട്ടതല്ല. നമ്മൾ പലപ്പോഴും എങ്ങനെയാ വേർതിരിവെന്ന് പറയുമ്പോൾ, ഞങ്ങൾ ക്രിസ്ത്യാനികൾ, ഞങ്ങൾ ഇന്ന റീത്തുകാർ, ഞങ്ങൾ എന്ന് പറയുന്ന ആ സങ്കുചിതമായ പരിവർജക സ്വഭാവം, എക്സ്ക്ലൂഷന്റെ നേച്ചർ, അതല്ല. ഞങ്ങൾ വേർതിരിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ ലോകക്രമത്തിൽ നിന്ന്, ലോക താല്പര്യങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഹൃദയം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ലൈംഗികത എവിടെയാണ് പങ്കുവയ്ക്കപ്പെടുക? ലൈംഗികത പങ്കുവയ്ക്കപ്പെടുന്നത് ദൈവത്തെ പ്രതിയാകണം. നമ്മുടെ ശേഷിയാണ്, സ്വയംദാന ശേഷിയാണ്. അത് പങ്കുവയ്ക്കപ്പെടുന്നത് ദൈവത്തെ പ്രതിയാകണം. ആ ദൈവത്തെ പ്രതി ആരുമായിട്ടാണ് അത് പങ്കുവയ്ക്കുക? അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ദൈവം ആദിയിൽ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ചേർന്ന ഇണയെ ഞാൻ നൽകും. അങ്ങനെ നമ്മിൽ നിന്ന് വേർതിരിക്കപ്പെട്ടൊരു ഭാഗമുണ്ട്. അതാരാണ്? അത് ഇന്നയാളെന്ന് പേര് വെച്ചിട്ടല്ല, ഒരു ഭാഗമുണ്ട്. അങ്ങനെ ആ ഭാഗമായ ഒരാളെ നിനക്ക് ദൈവം ജീവിതത്തിൽ ഇണയായി തരുന്നു. നമ്മൾ ഒരാളെ ഇണയായി സ്വീകരിക്കുന്നതിന് പുറകിലുള്ള രീതി അതാണ്. നമുക്ക് നമ്മളറിയാതെ ഒരാളോടൊരു താല്പര്യം തോന്നുന്നു, നമ്മുടെ പങ്കാളിയായിട്ട് മനസ്സിലാക്കുന്നു. ആ പങ്കാളിയുമായുള്ള സ്നേഹബന്ധത്തിൽ ആ സ്നേഹം വ്യയം ചെയ്യുന്നതിൽ പരിപൂർണതയിലേക്ക് എത്താൻ സ്വയം ദാനത്തിൻ്റെ പരമാവധി അർപ്പണം ഉണ്ടാകാനാണ് ലൈംഗിക ബന്ധം. അവിടെ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ടാണ് ലൈംഗികതയെ ഒരു കൂദാശയിൽ ഉൾക്കൊള്ളിക്കും വിധം വിവാഹമെന്ന കൂദാശയ്ക്കകത്താണ് ആ ബന്ധം നിലനിൽക്കേണ്ടതെന്ന് സഭ പഠിപ്പിക്കുന്നത്. വിവാഹത്തിൻ്റെ പരിശുദ്ധിയും അതാണ്. വിവാഹം ദൈവത്തിൻ്റെ പരിശുദ്ധിയിലുള്ള പങ്കുചേരലാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേരുന്നത് എങ്ങനെയാ? ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേരുന്നത് പങ്കാളികൾ തങ്ങളെ തന്നെ ഉപേക്ഷിച്ച്, തങ്ങളെ തന്നെ മറ്റേയാൾക്ക് കൊടുത്തുകൊണ്ട്, ദൈവത്തെ പ്രതി കൊടുത്തുകൊണ്ട് സമ്പൂർണമായി മറ്റേയാൾക്ക് വേണ്ടി, അയാളുടെ സന്തോഷത്തിന് വേണ്ടി, അയാൾ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി ജീവിതത്തെ വ്യയം ചെയ്യുന്നു. അത് കേവലം ലൈംഗിക പ്രവൃത്തികളിൽ മാത്രമല്ല, മറ്റേയാൾക്ക് വേണ്ടിയാണ് താനെന്ന ബോധ്യത്തിൽ ക്രിസ്തുവിനെ പ്രതി ജീവിക്കാൻ കഴിയുമ്പോഴാണ് ഒരു ബന്ധത്തിനകത്ത് സ്നേഹം അനുഭവമാകുക. ആ സ്നേഹാനുഭവമാണ് പരിപൂർണതാ മാർഗമായിട്ട് മാറുക. ഇപ്പം പലപ്പോഴും സംശയം ഉണ്ടാകുന്ന എവിടെയെന്നറിയാമോ? വെളിപാട് പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 4-ാം തിരുവചനം, അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്, അവർ ബ്രഹ്മചാരികളുമാണ്, അവരാണ് കുഞ്ഞാടിനെ പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ, അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈ വചനം പറഞ്ഞിട്ടാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത്. ലൈംഗികതയെ ഒരു മോശപ്പെട്ട കാര്യമായി ചിത്രീകരിക്കുന്നത് അപകടമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം കുട്ടികൾക്കാണെങ്കിലും ക്യൂരിയോസിറ്റി ഉണ്ടാകണം, ഇത് എന്താണെന്നൊക്കെ അസ്വസ്ഥ ഉണ്ടാകണതിൻ്റെ കാര്യം എന്താ? ഇതൊരു രഹസ്യമായ നിഗൂഢമായ കാര്യമാണ്, ഇത് ഒരു നെഗറ്റീവായ കാര്യമാണെന്ന് ചിന്ത പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന എന്താ? ഒരു നെഗറ്റീവ്സ് അട്രാക്ട്സ് നെഗറ്റീവ്സ്. ആ വൈരുദ്ധ്യമാണ് അത് പ്രതിഫലിക്കുക. അതുകൊണ്ടാണ് ഈ അങ്ങനെയുള്ള പാപവശങ്ങളിലേക്ക്, ലൈംഗികത ഒരു പാപകരമായ കാര്യത്തിലേക്കൊക്കെ പോകാൻ കാരണമായി മാറുന്നത് യാഥാർത്ഥ്യബോധമില്ലാതായി പോകുമ്പോഴാണ്. വെളിപാട് 14:4 പറഞ്ഞിട്ട് പറയുന്നത് ലൈംഗികത ഒരു അശുദ്ധിയാണെന്ന ചിന്ത അതിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിത്യബ്രഹ്മചാരികളായിട്ടുള്ളവർക്ക് മാത്രമേ കർത്താവിനെ അനുഗമിക്കാൻ കഴിയുമെന്നാണ് അതിലൊരു ധാരണ പരക്കുന്നത്. ഈ 1,44,000 പേർ തിരഞ്ഞെടുക്കപ്പെട്ടവർ, അവർ മാത്രമാണ് രക്ഷപ്പെടുക എന്നുള്ള ഒരു ധാരണയൊക്കെ ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ 1,44,000 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭ എന്ന അർത്ഥത്തിലാണ്, അതല്ലാതെ ഒരു എണ്ണം പറയാനല്ല. നിത്യബ്രഹ്മചാരികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബ്രഹ്മചാരി എന്ന അർത്ഥം എന്താ? ബ്രഹ്മത്തിൽ ചരിക്കുന്നവനേ ഉള്ളൂ, ദൈവത്തിൽ ചരിക്കുന്നവൻ. ബ്രഹ്മം എന്ന് വെച്ചാൽ ബൃഹത്തായത്, അതിൽ ചരിക്കുന്നവൻ. അപ്പം ബ്രഹ്മത്തിൽ ചരിക്കുന്ന ഒരാൾ എന്നതിൻ്റെ അർത്ഥം എന്താ? അയാൾ വിവാഹിതനാണോ അല്ലയോ എന്നുള്ളതല്ല. ഇനി ഈ പറയുന്നത് പോലെ ഈ നിത്യബ്രഹ്മചാരികളായ, അല്ലെങ്കിൽ ലൈംഗിക ബന്ധം പുലർത്താത്ത, വിവാഹിതരാകാത്ത
ആളുകൾ മാത്രമേ കർത്താവിനെ അനുഗമിക്കുന്നു വന്നാൽ 5 ലക്ഷം പുരോഹിതരാണ് ലോകത്തുള്ളത്. ബാക്കിയുള്ളവർ മുഴുവൻ എന്ത് ചെയ്യും? ഈ ലോകത്തുള്ള ഇത്രയും കാലം വിശ്വാസ ജീവിതം നയിച്ച വിശ്വാസികൾ എന്ത് ചെയ്യും? ആ വിശ്വാസികൾ അവരുടെ ദാമ്പത്യ ജീവിതം നയിച്ചതിലൂടെയാണല്ലോ സഭ നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ സഭയിൽ ശുശ്രൂഷക സ്ഥാനത്തേക്ക് വരുന്നവർ മാത്രമാണല്ലോ പുരോഹിതർ. ബാക്കിയുള്ളവരൊക്കെ നിൽക്കുകയല്ലേ പുറത്ത്. അപ്പോൾ അവരൊക്കെ നരകത്തിലാണോ പോവുക? അവർക്കൊന്നും കുഞ്ഞാടിനെ അനുഗമിക്കാൻ കഴിയില്ലേ? ചില വ്യാഖ്യാനങ്ങളിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണജനകമാണ്. പലപ്പോഴും ഈ വിശുദ്ധിയെ എന്താണെന്ന് പറയാതെ തന്നെ ഇങ്ങനെ മറവെച്ച് കെട്ടി എന്തോ ഒരു വലിയ കാര്യമാണ് എന്ന നിലയ്ക്ക് ചിന്തിക്കാനിടയാവും. വിശുദ്ധി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, വളരെ ചെറിയ കാര്യമാണ്. അശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ കഴിയാതെ പോകലാണ്. വിശുദ്ധി എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പക്ഷം ചേരുക എന്നാണ്. എങ്ങനെയാണ് സംഭവിക്കുക? അവിടെയൊക്കെ നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ പ്രതിയുള്ളതാക്കി മാറ്റുക സാധാരണത്വത്തിനകത്ത് തന്നെയാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് തന്നെയാണ്. നിങ്ങൾ സാധാരണ കഞ്ഞി വെച്ചും കറി വെച്ചും കലഹിച്ചും ഒക്കെ കഴിയുന്ന ആ വീടുണ്ടല്ലോ, അതിനകത്ത് തന്നെയാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം എങ്ങനെയാണ് പ്രകാശിതമാകുന്നത്? സ്വയം ഉപേക്ഷയുടെ ജീവിതം ഉണ്ടാകുന്നു. അവനവനെ വേണ്ടെന്ന് വെച്ച് അപരന് വേണ്ടി ജീവിക്കാൻ എവിടെയൊക്കെ മനുഷ്യർ തുടങ്ങുന്നുവോ അതിനകത്തൊക്കെ ഈ ദൈവരാജ്യ അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് ലോകത്തോടുള്ള മൈത്രിയിൽപ്പെട്ട് ദൈവത്തിനെതിരായി പോകുന്നതാണ് അശുദ്ധി എന്നറിയണം. ലോകത്തായിരിക്കുമ്പോഴും ലോകത്തിൻ്റെതല്ലെന്ന മട്ടിൽ ജീവിക്കുന്നതാണ് വിശുദ്ധി. ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നു, എല്ലാ സാധ്യതകൾക്കകത്ത് നിലനിൽക്കുന്നു, അധ്വാനിക്കുന്നു, കുടുംബം ജീവിതം നയിക്കുന്നു, ജീവിതത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നു, ജോലികളെല്ലാം ചെയ്യുന്നു. ഇതെല്ലാം സാധാരണഗതിയിലായിരിക്കെ തന്നെ എല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ദൈവം ഒരു പ്രേരക ഘടകമായി അല്ലെങ്കിൽ ദൈവത്തെ പ്രതിയുള്ള അർപ്പണമായി ജീവിതത്തെ മാറ്റുന്നു. നിങ്ങൾ കഞ്ഞി വയ്ക്കുന്നതും കറി വയ്ക്കുന്നതും സ്നേഹിക്കുന്നതും ലൈംഗികതയിൽ ഏർപ്പെടുന്നതും നിങ്ങൾ പാട്ടുപാടുന്നതും നിങ്ങൾ അധ്വാനിക്കുന്നതുമെല്ലാം പഠിക്കുന്നതുമെല്ലാം ദൈവത്തെ പ്രതിയുള്ള പ്രവൃത്തിയായിട്ട് കാണുമ്പോൾ, ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതായി തിരിച്ചറിയുമ്പോൾ അത് വിശുദ്ധിയായിട്ട് മാറും. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 12-ാം തിരുവചനത്തിൽ കൃപ ലഭിച്ചവർക്കല്ലാതെ ഇത് സാധ്യമല്ല എന്ന് പറയുന്ന വചനഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും ലൈംഗികതയിൽ ഏർപ്പെടാത്തവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, അവരാണ് കുഞ്ഞാടിനെ പിൻചൊല്ലാൻ യോഗ്യതയുള്ളവർ എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. 1 കൊറിന്ത്യർ ലേഖനത്തിൽ 7, 8, 9 തിരുവചനങ്ങളിൽ നമുക്കത് കാണാം. ശ്ലീഹ പറയുമ്പോൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരാണ്, കന്യകകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവത്തെ പ്രതി ജീവിതം അങ്ങനെ ഉപേക്ഷിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ അനുഗമിക്കാൻ യോഗ്യർ എന്നൊരു സൂചന നൽകുന്നുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് ലൈംഗികതയെ ഒരു അശുദ്ധിയെ ദൈവത്തോട് ചേരാൻ കഴിയാത്തൊരു പ്രവൃത്തിയാക്കി മാറ്റി നിർത്തുന്നത്. ഇനി അതിനെതിരായി പറയാവുന്നത് നമുക്ക് പലയിടങ്ങളിൽ കാണാം. പുതിയ നിയമത്തിൽ പലയിടങ്ങളിലായി ദൈവം ദാമ്പത്യമെന്ന ബന്ധത്തെ, സ്ത്രീ പുരുഷ ബന്ധത്തെ വിശുദ്ധീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം, ചേർന്ന് ഇണയെ നൽകുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഒരു ഭാഗമെടുത്ത് സ്ത്രീയെ സൃഷ്ടിക്കുന്നുണ്ട്. മനുഷ്യത്വം സമ്പൂർണ്ണമാകുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിലാണെന്ന് അവിടുന്ന് തന്നെ ആഖ്യാനം ആരംഭിക്കുന്നുണ്ട്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ വിവാഹബന്ധത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് യേശു തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം മുതലേ ഇങ്ങനെയാണ്, സ്ത്രീ പുരുഷനോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും എന്ന് യേശു പറയുന്നു. എഫേസ്യർ ലേഖനത്തിൽ നമുക്ക് കാണാം ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ശ്ലീഹ പറയുന്നുണ്ട്. ദാമ്പത്യം ഒരു പരമപ്രധാനമായ കാര്യമാണ്. മാനുഷിക ബന്ധത്തിൻ്റെ പരിപൂർണതയ്ക്ക് ദൈവം നൽകുന്ന സ്നേഹത്തിൻ്റെ പങ്കുവെപ്പിന് ഒരു ബന്ധം ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. അത് സ്ത്രീയും പുരുഷനും ഒന്നായിത്തീരുകയാണ്. ആദ്യം മുതലേ സ്ത്രീയും പുരുഷനും ഒന്നായിത്തീരുക, ഏകനായിരിക്കുന്നത് നന്നല്ല എന്നൊരു കാര്യം ദൈവം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വെളിപാട് ഗ്രന്ഥത്തിൽ പറയുന്ന ഈ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവർ എന്ന് പറയുന്ന ഭാഗം ഇതുമായി യോജിച്ചു പോകില്ല. വാസ്തവത്തിൽ അവിടെ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? 1,44,000 പേർ എന്ന് പറയുന്ന സഭ എന്നായിട്ട് പരിഗണിക്കുമ്പോൾ അവിടെ പുരുഷന്മാർ മാത്രം പോരല്ലോ. അങ്ങനെ വന്നാൽ അത് പുരുഷന്മാർ മാത്രമുള്ള സ്ഥലമായി പോകില്ലേ? അപ്പം അങ്ങനെ വന്നാൽ ആ പറയുന്നത് തന്നെ അതിനെതിരായിട്ട് മാറും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം അതല്ല. വേശ്യാവൃത്തി, ബ്രഹ്മചര്യം എന്ന് 2 പദങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന അർത്ഥവ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കണം. വിശുദ്ധ ഗ്രന്ഥം വേശ്യാവൃത്തിയെയും ബ്രഹ്മചര്യത്തെയും കാണുന്നത് എങ്ങനെയാണ്? വേശ്യാവൃത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള അവിശ്വസ്തത, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള വിശ്വസ്തത. അവിടെ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം എന്ന് മാത്രമേ ഈ പറഞ്ഞ വചനത്തിന് ലക്ഷ്യമുള്ളൂ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ദാനിയേൽ പ്രവചനത്തിൻ്റെ ഒരു കെട്ടിലും മട്ടിലുമാണ് യഥാർത്ഥത്തിൽ
വെളിപാട് ഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. വെളിപാട് ഗ്രന്ഥത്തിലെ ഈ സൂചനയെ നമുക്ക് യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നത് അത് കേവലമായി സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചല്ല പറയുന്നത്, ലോകത്തോടുള്ള മൈത്രിയിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ്. കൊറിന്ത്യർ ലേഖനത്തെ നമ്മളങ്ങനെ വായിക്കുമല്ലോ, വേശ്യകളുമായി ഒന്നുചേരുന്നവൻ അവളുമായി ഏകശരീരമായിത്തീരുന്നു, കർത്താവുമായി പങ്കുചേരുന്നവൻ കർത്താവുമായി ഒന്നായിത്തീരുന്നു. അപ്പോൾ അതുകൊണ്ട് കർത്താവുമായി ഒന്നായിത്തീരുക എന്ന ഹൃദയഭാവത്തെയാണ് നമ്മളവിടെ കാണേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ കന്യകാത്വം എന്ന് പറയുന്നതും ശുദ്ധി എന്ന് പറയുന്നതും കന്യാമൃതം എന്ന് പറയുന്നതും ഒക്കെ കേവലമായ ശാരീരികമായ കാര്യങ്ങളായിട്ടല്ല ദൈവം നമുക്ക് തന്നിട്ടുള്ളത്, അത് ഹൃദയപരതയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈംഗികതയാണ് അശുദ്ധി എന്നൊരു ചിന്തയിലേക്ക് പോകാൻ പാടില്ല. ദാമ്പത്യം എന്ന ബന്ധം യഥാർത്ഥത്തിൽ ലൈംഗികതയും ജീവിതമാകെ പങ്കുവയ്ക്കുന്നൊരു പ്രവൃത്തിയാണ്. സ്നേഹമാകെ അപരന് വേണ്ടിയാണ്, താൻ മറ്റൊരാൾക്ക് വേണ്ടിയാണ് എന്ന ബോധ്യത്തോടെ ക്രിസ്തുവിൽ ജീവിക്കുന്ന പ്രവൃത്തിയാണ്. അവിടെ സ്വയം ഉപേക്ഷയാണ് പ്രധാനമായിട്ട് വരുന്നത്. എത്രത്തോളം നാം നമ്മെ തന്നെ സ്വയം ഉപേക്ഷ വഴി അപരന് ക്രിസ്തുവിനെ പ്രതി കൊടുക്കുന്നുവോ അത്രത്തോളം വിശുദ്ധിയിലാണ് നമ്മളെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ദാമ്പത്യധർമ്മം ഒരു അശുദ്ധിയായിട്ട് ചിന്തിക്കരുത്. ഒരിക്കൽ സഹോദരി എന്നോട് പറഞ്ഞു, അവരുടെ ഭർത്താവ് നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ വന്നേക്കുന്നത് 4 കൊല്ലത്തിന് ശേഷമാണ്, നോമ്പ് കാലത്താണ് വന്നത്. ഈ പ്രാവശ്യത്തെ നോമ്പ് പോയെന്നാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പ്രാവശ്യത്തെ നോമ്പ് എങ്ങനെയാണ് പോകുന്നത്? ഭർത്താവിന് മാംസമൊക്കെ വേവിച്ചു കൊടുക്കണം, നിങ്ങൾ പച്ചക്കറിയെ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, അതല്ലെന്നേ, വിശുദ്ധി പാലിക്കാൻ കഴിയില്ല. അതെന്താ വിശുദ്ധി? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, ഭർത്താവുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നത് അശുദ്ധിയായിട്ട് സ്ത്രീ പരിഗണിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്ന അബദ്ധമാണ്. യഥാർത്ഥത്തിൽ ആർത്തവം അശുദ്ധിയായി ചിന്തിക്കുന്നവർ, ദാമ്പത്യധർമ്മം അനുഷ്ഠിക്കുന്നത് അശുദ്ധിയായിട്ട് പരിഗണിക്കുന്നവർ, അവരൊക്കെ സത്യമറിയാതെയാണ്. എന്നിട്ട് ഇവർ ഈ ബലം പിടിച്ച് റിജിഡായിട്ട് ഇവരെന്തോ ഭയങ്കര കാര്യം ചെയ്യുന്നു വിശുദ്ധിയിൽ എന്നാണ് ചിന്തിക്കുന്നത്. വിശുദ്ധിയെ നമ്മൾ തിരിച്ചറിയേണ്ടത് ലോകത്തോട് മൈത്രിയില്ലാത്ത ഭാവം എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് ലൈംഗികതയാണ് അശുദ്ധി എന്ന ചിന്ത വിടണം. ലൈംഗികത ദൈവത്തിൻ്റെ ദാനമാണെന്നറിയണം. അത് എനിക്കുള്ളതല്ലെന്നും എൻ്റെ ആവശ്യത്തിനുള്ളതല്ലെന്നും എൻ്റെ തൃപ്തിക്കുള്ളതല്ലെന്നും ഇത് ദൈവത്തിൻ്റെ ദാനമാകയാൽ ദൈവത്തെ പ്രതി മറ്റൊരാളുമായി പങ്കുവയ്ക്കാൻ ദൈവം എനിക്ക് നൽകിയിട്ടുള്ളതാണെന്നും എൻ്റെ സ്നേഹാനുഭവം പകരാനുള്ള ശേഷി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നും തിരിച്ചറിയണം. അങ്ങനെയേ കാണാവൂ. അതുകൊണ്ട് നാം ബന്ധങ്ങളെ പരിശോധിക്കണം. അത് ക്രിസ്തുവിലായിത്തീരണം, ക്രിസ്തുവിനെ പ്രതിയായിത്തീരണം. നമ്മുടെ ജീവിതാർപ്പണവുമായി അതിന് ബന്ധമുണ്ടാകണം. 1 യോഹന്നാൻ 3:2 പഠിപ്പിക്കുന്നുണ്ട്. നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്, പക്ഷെ നാം എന്തായിത്തീരും നമുക്ക് അറിഞ്ഞുകൂടാ. ഭാവി എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ എങ്ങനെയായിത്തീരും ദൈവത്തോടൊപ്പം, എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്നറിയാൻ പാടില്ല. എങ്കിലും നമ്മൾ പ്രത്യാശിക്കുന്നുണ്ട്, അവിടെ നിന്ന് വരുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അങ്ങനെ അവിടുത്തെ പോലെയാകും എന്നൊരു പ്രത്യാശ ഹൃദയത്തിൻ്റെ അടിസ്ഥാനമാക്കി ജീവിക്കുമ്പോൾ 1 യോഹന്നാൻ 3:3 പറയും, ഈ പ്രത്യാശയുള്ളവൻ അവിടെ നിന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളെ തന്നെ വിശുദ്ധരാക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ ലളിതമാണ് വിശുദ്ധി. അത് കഠിന പ്രയത്നമൊന്നും വേണ്ട കാര്യമല്ല. എങ്ങനെയാണ്? ലോകത്തായിരിക്കുമ്പോഴും ലോകത്തിൻ്റെതല്ലാതായിരിക്കുക. നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ നാം അതായി പോകരുത്. നാം ഇതിനകത്തായി പോകുന്നു. നാം കേവലം അധ്വാനത്തിനകത്തായി പോകുന്നു. നാം ഈ സമ്പാദ്യത്തിനകത്തായി പോകുന്നു. ചെറിയ കാര്യങ്ങൾ പറയാം. നമ്മളൊരു വലിയ വീട് വെക്കുന്നു, എന്നിട്ട് ആ വീടാണ് നമ്മളെ തെറ്റിദ്ധരിക്കുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടില്ല, നമ്മൾ ആ വീടിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും. അതിനർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ ദേ നിൽക്കുന്നു എന്നാ, വീടാന്നാ. ഒരു വലിയ കാറ് വാങ്ങിയിട്ട് ആ കാറിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കില്ലേ? എന്നിട്ട് അതായത് ഈ കാറാണ് ഞാൻ എന്നെ അറിയാതെ പോകുന്ന കുറവാണ് അതിനകത്തുള്ളത്. ഞാൻ ഈ കാറല്ല, കാറിനേക്കാൾ വലുതാണ്. അത് തിരിച്ചറിയാൻ ഞാൻ ചെറിയൊരു കാര്യം പറയാം. ഒരു കുട്ടി കല്ലുകൊണ്ട് കാറിൽ എഴുതി. കല്ലുകൊണ്ട് കാർ എഴുതുകയെന്ന് വെച്ചാൽ വൻ നഷ്ടം ഉണ്ടാക്കുന്ന പരിപാടിയാണ്, പെയിൻറ്റ് പോണ പരിപാടിയാണ്. ഈ കുട്ടി അപ്പം നോക്കുമ്പോൾ അപ്പം കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി അപ്പുറത്ത് നിന്ന് കല്ലുകൊണ്ട് ഭയങ്കരമായിട്ട് ഉരച്ചെഴുതുകയാണ്. അപ്പൻ വന്ന വഴി കുട്ടിയെ അടിച്ചു. അടിക്കാതിരിക്കുമോ? പിന്നെ എന്ത് വൃത്തികേടാ കാണിച്ചത്? അത് കുട്ടിയെ അടിച്ചു, കുട്ടി കരഞ്ഞു, അമ്മ വന്ന് കുട്ടി എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ കാറൊക്കെ കഴുകി വന്നെങ്കിൽ കല്ല് ഉരച്ച സ്ഥലത്ത് നോക്കി. ആ കുട്ടി എഴുതിയിരുന്നത് വായിച്ചപ്പോൾ അയാൾ അകത്തേക്ക് ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്ത് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. തൻ്റെ കാർ നശിച്ചു പോയാലും വേണ്ടില്ലെന്ന് അയാൾക്ക് തോന്നി.
അതും എഴുതിയിരുന്നത് പപ്പ ഐ ലവ് യു എന്നാണ്. മനസ്സിലായോ? നമ്മൾ നമ്മളെക്കാൾ വലുതായി ലോകത്തെ കാണാൻ തുടങ്ങുമ്പോഴാണ് അശുദ്ധരായി മാറുക. പണമാണ് പരമപ്രധാനം എന്ന് പറയുമ്പോൾ പരമപരിശുദ്ധനായവൻ അപ്രധാനമായി പോകുന്നുണ്ട് ജീവിതത്തിൽ. അതാണ് അശുദ്ധി. അതുകൊണ്ട് അശുദ്ധിയെ സംബന്ധിച്ച ധാരണകൾക്ക് മാറ്റം, അഴിച്ചുപണി ഉണ്ടാവണം. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ പരിശോധിക്കണം. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ ഭാഗമാണ്, ദൈവത്തിൻ്റെ ഭാഗമാണ്, ഞാൻ അവരന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് പ്രവേശിക്കും, വിശുദ്ധ ജീവിതമായി മാറും. അപ്രകാരം വിശുദ്ധിയിൽ വ്യാപരിക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹാനുഭവം പങ്കുവയ്ക്കുന്നവരായി മാറാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.